ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 53, ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദഗീ സരസിരം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. ജാഡ്യേന ബാലകിരാവികിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിച്ചിരം സാം സായുജ്യമേവ ഭവദൈക്യതിയാഗതോ ഭൂൻ കോ നാമ കസ്യ സുഹൃതം കഥമിത്യവേയാൻ. അന്വയം അർത്ഥം. ജാഡ്യേന അറിവില്ലായ്മ നിമിത്തം, ബാലകഗിരാവി കുട്ടികളുടെ വാക്കനുസരിച്ചാണെങ്കിലും, അഹം യവ ഞാൻ തന്നെയാണ്, ശ്രീ വാസുദേവ ഇതി സാക്ഷാൻ വാസുദേവൻ എന്നെ, ചിരം വളരെക്കാലം, രൂഢമതി ഉറച്ച മനസ്സോടുകൂടിയവനായി, സഹ അവൻ, ഭവദൈക്യതിയ ഭവാനുമായിട്ടുള്ള ഏകതാബോധം കൊണ്ട്, സായുജ്യം നേവ മോക്ഷം തന്നെ, ഗത അഭൂത് പ്രാപിച്ചവനായി തീർന്നു, കാം നാമ ഏതൊരുവനാണ്, കസ്യ ആരുടെ, സുഹൃതം പുണ്യം, കഥമിതി എപ്രകാരമെന്ന്, അവേയാൻ അറിയും. ഹരിവു. സാരം. പൗണ്ഡ്രകൻ മൂഢത കൊണ്ട് അറിവില്ലാത്തവരുടെ വാക്ക് കേട്ടേ താനാണ് മഹാവിഷ്ണുവെന്ന് വിചാരത്തോടുകൂടി വളരെ കാലം കഴിഞ്ഞപ്പോൾ ആ ഭാവന ഉറച്ചു. അങ്ങനെ താനും വിഷ്ണുവും ഒന്നു തന്നെ എന്നവൻ കരുതി സായുജ്യം പ്രാപിച്ചു. ഒരുവന്റെ സുഹൃതം ആർക്കെങ്കിലും എങ്ങനെയെന്നറിയാൻ കഴിയുകയില്ല. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. കാശീശ്വരസ്യ തനയോ അത സുദക്ഷിണാഖ്യഃ സർവം പ്രപൂജ്യ ഭവദേ ഗീതാഭിചാരാം കൃത്യാനലങ്കമപി ബാണാരണാദിഭീതൈ ഭൂതൈ കദഞ്ചന വ്യഥൈ സമം അപ്യമുഞ്ചേൻ. അന്വയം അർത്ഥം. അഥ അനന്തരം, കാശീശ്വരസ്യ കാശീരാജാവിൻ്റെ, സുദക്ഷിണാഖ്യ സുദക്ഷിണൻ എന്നു പേരുള്ള പുത്രൻ, തനയ പുത്രൻ, സർവം ശിവനെ, പ്രപൂജ്യ ഭക്തിപൂർവം പൂജിച്ച്, ഭവതേ അങ്ങയുടെ നേർക്ക്, വിഹിതാഭിചാര്യ ആഭിചാരം ചെയ്തവനായി, ബാണരണാദിഭീതൈ ബാണയുദ്ധത്തിൽ ഭയപ്പെട്ടോടിയവരും, കദഞ്ചന വളരെ ബുദ്ധിമുട്ടി, വൃതൈ സ്വീകരിക്കപ്പെട്ടവരുമായ, ഭൂതൈ സമം ഭൂത സമൂഹത്തോടുകൂടി, കമപി ഏതോ ഒരു, കൃത്യാനലം കൃത്യ എന്ന അഗ്നിയെ, അഭ്യമുഞ്ചൻ മോചിപ്പിച്ചു വിട്ടു. ഹരിവു. സാരം. കാശീരാജാവിൻ്റെ പുത്രൻ സുദക്ഷിണൻ അതികഠിനമായ തപസ്സുകൊണ്ട് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പ്രസാദം കൊണ്ട് ഭഗവാനെ വധിക്കാൻ വേണ്ടി ആഭിചാര കർമ്മം നടത്തി. ആ ഹോമാഗ്നിയിൽ നിന്നുയർന്ന കൃത്യാനലനെ, ദുർദേവതാഗ്നിയെ ബാണയുദ്ധത്തിൽ